ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ 2 ബെഡ്റൂമുള്ള വീട് പുതിയ വീടാണ്, വിൽപ്പനയ്ക്ക് വെച്ച വീടാണ്. ഈ വീട് 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണർ അവകാശമുണ്ട്. അതുപോലെ തന്നെ ബസ് ഓടുന്ന അമ്പൽപ്പാട് നരിക്കിനി മെയിൻ റോഡിൻ്റെ മുകളിൽ ഒരു സെക്കൻഡ് പ്ലോട്ട് എന്നൊക്കെ പറയാൻ പറ്റും. ആ രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതായത് ബസ് ഇറങ്ങിയിട്ട് സെക്കൻഡ് പ്ലോട്ട് ഒരു 10 മീറ്റർ ഉണ്ടാവുമായിരിക്കും, അത്രയ്ക്ക് ദൂരം പറയാൻ പറ്റും. ഈ കാണുന്ന നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. വീടിന് ചോദിക്കുന്ന വില 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണറിന് അവകാശമുണ്ട്. 2 ബെഡ്റൂമുള്ള വീടാണ്. ഇതിൻ്റെ ഉൾവശം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഉൾവശത്തെ വീഡിയോ കാണുമെന്ന് പറയുകയാണെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഉൾവശം കാണിക്കുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളി. നല്ല ചാൻസ് ഉള്ള വീടാണ്. 20 ലക്ഷം രൂപ ചോദിക്കുന്നത്. 3 സെൻറ്റ് സ്ഥലം. ബസ് ഇറങ്ങിയിട്ട് സെക്കൻഡ് പ്ലോട്ട് എന്ന് പറയാം. അമ്പൽപ്പാട് നരിക്കിനി മെയിൻ റോഡിൻ്റെ മുകളിൽ ഒരു സെക്കൻഡ് പ്ലോട്ട് ആയിട്ട് ആണ് ഈ ഒരു വീട് കിടക്കുന്നത്. നല്ല അടിപൊളി വീടാണ്. വെറും 20 ലക്ഷം രൂപ ചോദ്യമാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിച്ചോളി. ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ആരും വരരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിട്ട വീടാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ജനവാതിൽ ഇതൊക്കെ ഒരു നമ്മളെ മരം കൊണ്ട് ഉണ്ടാക്കിയതല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം പറയാം. വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീടാണ്. ബസ് ഇറങ്ങിയിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിടാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അത്രയും അടുത്താണ്. സെക്കൻഡ് പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ സാധനം വാങ്ങാനൊക്കെ അടുത്ത് പീടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് ഞാൻ കാണിച്ചു തരാം. ഉൾവശത്തെ വീഡിയോ നമ്മളിതിൽ കാണിക്കുന്നില്ല. 2 ബെഡ്റൂമുള്ള വീടാണ് മാത്രമേ അറിയുള്ളൂ. ബാക്കി ഡീറ്റെയിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താം കേട്ടോ. നിങ്ങളെ അഭിപ്രായം അനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉൾവശമൊക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ മുൻവശത്തെ ഭാഗവും ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന വീടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുൻവശത്ത് ഒരു ഇന്നോവ കാറ് കറക്റ്റ് നിങ്ങൾക്ക് നിർത്തിയിടാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്തോട്ട്, ഈ കാണുന്ന ഭാഗത്ത് ഒരു ഇന്നോവ കാർ നിർത്തിയിടാൻ പറ്റും. ഇവിടെ നിങ്ങളെ ബൈക്കോ ഓട്ടോറിക്ഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തിയിടാൻ പറ്റും. അത്രയും സ്പേസ് മാത്രമാണ് മുൻവശത്തുള്ളത്. ഈ മുന്നിൽ ഫുള്ള് ഇതുപോലെ ഇരുമ്പിൻ്റെ റാഡ് ഉപയോഗിച്ചിട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുന്നത്. ജനവാതിലൊക്കെ നമ്മൾ കണ്ടില്ല, ഈ രീതിയിലുള്ള ജനവാതിലുകളൊക്കെയാണ് മുന്നിൽ. നമുക്ക് 2 ഡോറ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഭാഗം കാണിച്ചു തരാം. സൈഡ് ഭാഗത്ത് ഇവിടെ ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസ് ഈ ഭാഗത്തുള്ളത്. അപ്പുറത്തെ ഭാഗത്ത് സ്പേസ് പറ്റ കുറവാണ്. ഇവിടെ ഈ ഇടതുവശത്താണ് സ്പേസ് ഉള്ളത്. നിലവിൽ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഈ പറമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിണറുണ്ട്. നല്ല വലുപ്പമുള്ള അടിപൊളി കിണറാണ്. ആ കിണറിന് വെള്ളത്തിൻ്റെ കണക്ഷൻ ഇതിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കിണറിൻ്റെ ഒരു അവകാശം നമുക്ക് തരും ചെയ്യും. വീടിൻ്റെ ബാക്കിൽ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ആ കരിങ്കല്ല് വെച്ച് കെട്ടിയുണ്ടല്ലോ, അതാണ് അതിർത്തി വരുന്നത്. ഇത് ബാക്കിലെ ഡോറാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല തേപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തേപ്പാണ്. പിന്നെ വലിയൊരു ഓവർ വിലേൻ്റെ സാധനങ്ങളൊന്നുമല്ല. അത്യാവശ്യം നമ്മളൊരു 20 ലക്ഷം റുപ്യേൻ്റെ ഒരു മുതൽ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു മെയിൻ റോഡ് സൈഡിലൊരു വീട് എടുക്കുന്നതിന് തുല്യമാണ് ഈ വീട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ. കാരണം ആ രീതിയിലാണ് വീട് കിടക്കുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി കയറും. അടിപൊളി ഇന്നോവയോ ഇനി BMW കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിൻ്റെ മുന്നിൽ നിർത്താം. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, റോഡ് 8 ഫുട്ട് നിസാന്തമായിട്ട് റോഡ് ഇതിലേക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ബസ് ഇറങ്ങിയിട്ട് ദൂരം എന്ന് പറയാൻ പറ്റില്ല. ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരു 2 അടി കാല് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് എത്തും. ആ രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. കറക്റ്റ് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് ആരും വിളിക്കേണ്ട. നിങ്ങൾക്ക് ഈ വീട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോയി കാണിച്ചു തരുന്നതാണ്. അധികം ആൾക്കാർ ലൊക്കേഷൻ അയച്ചു തരുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒന്നും ആരും ചോദിക്കേണ്ട. നിങ്ങൾക്ക് വീട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ വന്ന് കാണിച്ചു തരും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വില കുറഞ്ഞ വീട് പറമ്പൊക്കെ നോക്കുന്നെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ